Hi guys, welcome back to Zang's Vlog viewers. നമ്മുടെ ദുബായ് ട്രിപ്പിലെ വേറൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആക്ച്വലി നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് ഗ്ലോബൽ വില്ലേജ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ കൺട്രീസിൻ്റെ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിലാണ് ഉള്ളത് കേട്ടോ. ആക്ച്വലി ദുബായിൽ വന്നാൽ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട വൺ ഓഫ് ദി മോസ്റ്റ് അമേസിങ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഈ ദുബായ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ കൾച്ചേഴ്സ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡെലീഷ്യസ് ഫുഡ്സ് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഗ്ലോബൽ വില്ലേജ് ശരിക്കും നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും. ഈ കാണുന്നത് പോലെയുള്ള കൾച്ചറൽ പവീലിയൻസ് വെച്ചിട്ട് 30 രാജ്യങ്ങളിലേറെ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ പവീലിയനിലും അതത് രാജ്യത്തിലെ ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ്സ് തൊട്ടിട്ട് അവരുടെ ലോക്കൽ ക്യൂസീൻ വരെ എല്ലാ സംഭവങ്ങളും അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ പറഞ്ഞത് മാത്രമൊന്നുമല്ല, ഇവിടെ നിറയെ ലൈവ് ഷോസ് എല്ലാം കണ്ടക്ട് ചെയ്യും കേട്ടോ. പിന്നെ ഓരോ പവലിയനിലും അവരുടെ കൾച്ചറൽ ഡാൻസസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് ആഫ്രിക്കക്കാരുടെ ഒരു ഡാൻസ് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ ഭരതനാട്യത്തിനുള്ള സ്റ്റേജൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ കണ്ടില്ല. സോ നമുക്ക് ആഫ്രിക്കയിലുള്ള ഡാൻസ് കാണാം. ഇവരുടെ ഡാൻസൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് ഇന്നും അടിപൊളിയായി തോന്നിയത് വേറൊരു കാര്യം കേട്ടോ. ഞങ്ങൾ സംസാരിക്കുന്നത് കേട്ടിട്ട് അവിടെയുള്ള ചേച്ചിമാർ ഞങ്ങൾ മലയാളീസ് ആണോ എന്ന് ചോദിച്ചു. ഇന്ത്യക്കാരെയാണോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ കൂടെ എനിക്ക് ഇത്ര ഞെട്ടലുണ്ടായിട്ടുണ്ടാവില്ല. കാരണം നമ്മളെ കണ്ടിട്ട് ഏകദേശം ഒരു ഇന്ത്യൻ ലുക്കൊക്കെ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ കേരളത്തിൽ നിന്നാണോ എന്നൊക്കെ ചോദിച്ചാൽ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. സോ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ഓരോ രാജ്യത്തിൻ്റെ പവീലിയൻസ് എല്ലാം കയറി ഇറങ്ങി ഇനി ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെ കുറേ അഡ്വഞ്ചറസ് റൈഡ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ നിങ്ങളുടെ വൈബ് അതാണെങ്കിൽ നിങ്ങൾക്ക് അതിലും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്ത് എവിടെയുള്ള ഭക്ഷണം വേണോ അത് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഞങ്ങളൊരു ഇന്തോനേഷ്യൻ ഫുഡായിരുന്നു ട്രൈ ചെയ്തിരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് മാംഗോ സ്റ്റിക്കി റൈസ് ആയിരുന്നു. ഞാൻ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു 30-ലേറെ രാജ്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന പവീലിയൻസ് ഉണ്ട് എന്നുള്ളത്. സോ നമ്മളെയും കൊണ്ട് ഈ 30 കവർ ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്, പിന്നെ നല്ല ടയർഡായിരുന്നു. ഈ ഒരു ദിവസം രാവിലെ തന്നെ ഞങ്ങൾ മിറാക്കിൾ ഗാർഡനും ഡോൾഫിൻ ഏരിയയും ഒക്കെ കറങ്ങിയിട്ടാണ് വരുന്നത്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഞങ്ങൾ അത്യാവശ്യം നല്ല ടയർഡായിരുന്നു. എന്നാലും ഞങ്ങളെയും കൊണ്ട് പറ്റുന്ന മാക്സിമം കയറി കണ്ടു. കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്ത് കുറച്ച് ഫുഡൊക്കെ ടേസ്റ്റൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിരുന്നു. സോ നമുക്കിനി ഓരോരോ പവലിയൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് കാണാം.
നോക്കി കയറിയത് അതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ സമയം 10 മണിയായി. ആക്ച്വലി രാത്രി കാണാൻ കുറച്ചുകൂടി അടിപൊളിയായിരുന്നത്. ഓക്കെ, 4:30 to 10 മണി ഓക്കെയാണ്, അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട്, കുറേ നടക്കണം. പക്ഷേ എന്താ പറയുക, അവിടെ എന്തൊക്കെയാണ് മെയിൻ സാധനങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി നല്ലതാണ്. സോ എൻ്റെ അഭിപ്രായത്തിൽ ഇത് വർത്താണ്. അപ്പോൾ അത്രയായിട്ട് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട്